സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഭരണത്തിലേറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാസ്വേഡുകളും OTP-കളും വ്യക്തിഗത വിവരങ്ങളും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കരച്ചിലിന്റെ അകമ്പടിയോടുകൂടിയാണ് കടന്നു വരുന്നത്. ഈ പ്രായത്തിൽ കിട്ടുന്ന അനുഭവമാണ് ജീവിതത്തിലുടനീളം അവരുടെ എല്ലാ ചെയ്തികളിലും പ്രതിഫലിക്കുന്നത്. ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലെ കൊടുക്കുന്ന സ്റ്റീൽ തന്നെ കൊടുക്കണം, പ്ലാസ്റ്റിക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏറ്റവും നല്ല ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ ഉള്ളിലുള്ള ആ കഴിവ്, ആ സ്പാർക്ക് പരമാവധി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരെ നേരായ വഴിക്ക് നടത്തിക്കൊണ്ടും നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഈ പ്രായത്തിൽ കിട്ടുന്ന അനുഭവമാണ് ജീവിതത്തിലുടനീളം അവരുടെ എല്ലാ ചെയ്തികളിലും പ്രതിഫലിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി കുഞ്ഞുങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴേക്കും ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണ് പലരും. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സാധ്യതകളും അവിടെ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ നേരിട്ടറിഞ്ഞവരാണ് ഈ കോർപ്പറേഷനിലുള്ള ഒരുപാട് കൗൺസിലർമാർ. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, തുടക്കമെന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ സജീവമായ ഒരു ഇടപെടൽ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി വിദ്യാഭ്യാസ വകുപ്പ് തന്ന ലിസ്റ്റ് അനുസരിച്ച് 5000 കുട്ടികൾക്ക് ഇത്തവണ ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തു. ഒരു ബാഗും കുട്ടികൾക്ക് ആവശ്യമായ നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലെ കൊടുക്കുന്ന സ്റ്റീൽ തന്നെ കൊടുക്കണം, പ്ലാസ്റ്റിക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി മേയർ കെയർ എന്നുള്ള തലയ്ക്ക് അനൗൺസ് ചെയ്തപ്പോഴേക്കും 1.5 ദിവസം കൊണ്ട് 5000 ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ 5000-ത്തിലപ്പുറം ബാഗുകൾ, കിറ്റുകൾ തരാൻ വേണ്ടി സമൂഹം തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാതെ സമൂഹത്തിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ നിന്നും സഹായം കിറ്റുകളായി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അടുത്ത വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം, ഞങ്ങൾക്ക് ആവശ്യം വന്നാൽ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഭരണകൂടമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ പ്രതിഫലിപ്പിക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിസ്റ്റം. തീർച്ചയായിട്ടും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഭരണത്തിലേറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ചിട്ടയോടെ വളരെ ഭംഗിയായിട്ട് ഈ പ്രവേശനോത്സവം നടത്തുവാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തു. ഇത് വളരെ വലിയൊരു തുടക്കമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 60 കുട്ടികൾ, വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നാളുകളായിരിക്കണം നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ കേന്ദ്രമായിട്ട് കേരളം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകട്ടെ എന്ന് എല്ലാവരും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി അവരെ സ്വാഗതം ചെയ്യുന്നു. വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ അവർ ഈ ചടങ്ങ് പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യനായ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ അവർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ബഹുമാന്യനായ ശ്രീ VV രാജേഷ്, മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഇന്ന് ഈ സ്കൂളിൽ പുതുതായി അഡ്മിഷൻ നേടിയിട്ടുള്ള കൊച്ചുകുഞ്ഞുങ്ങൾ, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അഭ്യുദയകാംക്ഷികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ ഒരു സംസ്കാരവും വിദ്യാഭ്യാസവും സമന്വയിക്കുന്ന ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഈ വേദി പങ്കിടുവാനായി സാധ്യമായത് ജീവിതത്തിൻ്റെ ഒരു വലിയ മുഹൂർത്തമായി തന്നെ ഞാൻ കാണുകയാണ്. ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കരച്ചിലിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കടന്നു വരുന്നത്. ആ കരച്ചിലിനെ സ്വാതന്ത്ര്യത്തിൻ്റെ നാനാത്വങ്ങളിലേക്ക് എത്തിക്കുന്ന വിദ്യാഭ്യാസം എന്ന പ്രക്രിയ ഒട്ടനവധി കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങി വയ്ക്കുകയാണ്. ജീവിതത്തെ നേരിടുവാനുള്ള ധൈര്യവും അറിവിനൊപ്പം തന്നെ ജീവിതത്തെ
നേരിടുവാനുള്ള ധൈര്യവും മാനവിക മൂല്യങ്ങളും നേടുവാനായി ഈ കലാലയ കേന്ദ്രങ്ങൾ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നലത്തെ വാർത്തയിൽ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരിക്കലും നേരിടാനാകാത്ത സമാനതകളില്ലാത്ത പീഡനങ്ങൾക്ക് വിധേയമായി മരണപ്പെട്ടുപോയ വാർത്ത ഓർക്കാതിരിക്കുവാൻ ഈ വേദിയിൽ സാധ്യമാകുന്നില്ല. ഇതുപോലെയുള്ള തിരുമുറ്റങ്ങളിൽ ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കേണ്ട നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഏവർക്കുമുള്ളത്. ആ ഉത്തരവാദിത്വ ബോധത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ കുട്ടിയെ കൂടി ഓർത്തുകൊണ്ട് ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം തുടങ്ങി വയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡുകളും OTPകളും വ്യക്തിഗത വിവരങ്ങളും മറ്റാരുമായും പങ്കുവയ്ക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, സന്ദേശങ്ങൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും മുമ്പ് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഞാൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കും. സുരക്ഷിതവും ഭദ്രവുമായ ഡിജിറ്റൽ ലോകം നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. 2026-27 വർഷത്തെ അക്കാഡമിക് കലണ്ടർ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിക്കുന്നു.